ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഇത് അവൻ്റെ ശബ്ദം. എന്തുകൊണ്ട് യഹോവ ഇടയനും നമ്മൾ ആടുകളുമാണ്? സങ്കീർത്തനം 23:1. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ദൈവത്തെ ഇടയനായും വിശ്വാസികളെ ആടുകളുമായി അനേക രൂപാലങ്കാര പ്രയോഗങ്ങൾ പഴയ നിയമത്തിലുടനീളമുണ്ട്. എങ്കിലും 23-ാം സങ്കീർത്തനത്തിൽ മാത്രമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് തീർത്ത് ഉള്ള പ്രയോഗമുള്ളൂ. എബ്രായ ഭാഷയിലെ റാഹ് എന്ന പദമാണ് ഇടയൻ എന്ന ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തൻ്റെ ആടുകളെ നോക്കുകയും നയിക്കുകയും പോറ്റുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനെന്നാണ്. യഹോവ തൻ്റെ ജനത്തിന് ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ടും യഹോവയെ ഇടയനായി ചിത്രീകരിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ യേശു താൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. വിശ്വാസികളെ ചെമ്മരിയാടിനോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്, കോലാടിനോടല്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഒരു കോലാട് കൂട് തുറന്നു വിട്ടാൽ, അല്ലെങ്കിൽ കൂട് തുറന്നു കിടന്നാൽ, കയറഴിച്ചു വിട്ടാൽ അത് പോയി വയറ് നിറയെ തിന്നും. എന്നാൽ ചെമ്മരിയാട് അങ്ങനെയല്ല. അത് ഇടയൻ്റെ ശബ്ദം കേട്ടെങ്കിലേ കൂടിന് പുറത്തു വരൂ, കൂടിന് വെളിയിൽ വരികയുള്ളൂ. സ്വന്തം ഇടയൻ്റെ ശബ്ദം തന്നെ കേൾക്കണം. ഇടയൻ നയിക്കാതെ അത് മേയുകയില്ല, അതിന് സ്വയം സംരക്ഷിക്കാനാകില്ല. മൃഗങ്ങൾക്ക് മാംസാഹാരികളായ മറ്റു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ചില കഴിവുകളുണ്ട്. കൂർത്ത കൊമ്പുകൾ, ഭീമമായ ശരീരം, നിറം മാറ്റാനുള്ള കഴിവ്, നല്ല വേഗത്തിൽ ഓടാനുള്ള കഴിവ്. എന്നാൽ ചെമ്മരിയാടിന് ഇതൊന്നുമില്ല. കൊമ്പുണ്ടെങ്കിലും കൂർത്തതല്ല, കുത്താറില്ല. അതുകൊണ്ടാണ് വിശ്വാസിയെ ചെമ്മരിയാടിനോട് ഉപമിച്ചിരിക്കുന്നത്. നമ്മൾ യഹോവയാകുന്ന ഇടയൻ്റെ ശബ്ദം മാത്രം കേട്ടനുസരിച്ചാൽ സുരക്ഷിതരാണ്. കാരണം അവൻ്റെ കയ്യിൽ വടിയും കോലുമുണ്ട്. അത് നമ്മെ ആശ്വസിപ്പിക്കും. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ.